ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഭവന നിർമ്മിതിയിലെ ദൈവജ്ഞാനം, വിസ്ഡം ഇൻ ഹോം മേക്കിംഗ്, വളരെ ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയം തന്നെയാണ് നമ്മുടെ ഇന്നത്തെ മീറ്റിങ്ങിനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു ഭവനം പണിയുക എന്നുള്ളത്, ഒരു വീട് പണിയുന്നത് നമുക്കറിയാം, അനേകം അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചാണ് നമ്മൾ പണിയുന്നത്. അങ്ങനെ പണിതുണ്ടാക്കുന്ന ചുമരുകൾക്കും മേൽക്കൂരയ്ക്കും ഉപരിയായി അതിനകത്തുള്ള ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുക, അല്ലെങ്കിൽ അതിനകത്തുള്ള ആ ജീവിതങ്ങളാണ് നമ്മൾ കുടുംബം അല്ലെങ്കിൽ ഭവനം എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. ആ ജീവിതങ്ങളെ നമ്മൾ രൂപപ്പെടുത്തുന്നതിന് നമുക്ക് സ്നേഹം, അതുപോലെ തന്നെ ആ സ്നേഹത്തിൽ നമ്മൾ ആ കുടുംബ ജീവിതങ്ങളെ പരിപോഷിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഭവനത്തിനകത്താണ് നമ്മളുടെ വിശ്വാസം ശക്തിപ്പെടേണ്ടത്. അതുപോലെ ദൈവത്താൽ നിയന്ത്രിതമായ ഒരു കുടുംബം, ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബ ജീവിതത്തിന് വളരെയധികം അത്യാവശ്യമാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബം എന്ന് പറയുന്നത് ജ്ഞാനവും തിരിച്ചറിവും ദൈവത്തിന്റെ നിയന്ത്രണവുമുള്ള ഒരു ഭവനമാണ്. അങ്ങനെയുള്ള ഒരു ഇടം ആണ് നമ്മൾ ഭവനം അഥവാ വീട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, അല്ലാതെ ഒരു ബിൽഡിങ്ങിനെ അല്ല നമ്മൾ പലപ്പോഴും വീട് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനകത്തുള്ള ജീവിതങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ കൃത്യമായ രീതിയിൽ അതിനെ പണിയേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് സദൃശ്യവാക്യങ്ങളൊക്കെ വായിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ നമുക്കറിയാം, ഇന്നത്തെ സമൂഹത്തില് കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ന് ഏറ്റവും അധികം വെല്ലുവിളികൾ നേരിടുന്ന ഒരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ് കുടുംബം. ബ്രോക്കൺ ഫാമിലീസ്, അതുപോലെ ഡിവോഴ്സ്, അതുപോലെ കുഞ്ഞുങ്ങളുടെ ഒരു അരക്ഷിതമായ അവസ്ഥ, അവരുടെ മാനസികമായ അവരുടെ ആ വളർച്ച മുരടിക്കുക, അല്ലെ, പല ആത്മഹത്യകളിലേക്കും പോകും. ഇതൊക്കെ കുടുംബം പണിയപ്പെടുന്നതിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് പലപ്പോഴും ഉണ്ടാവുന്നത്. നമുക്കറിയാം, എവിടെ തിരിഞ്ഞു നോക്കിയാലും വികലമായ അല്ലെങ്കിൽ ബ്രോക്കൺ ആയിട്ടുള്ള ഫാമിലീസിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ശക്തമായ ആത്മീക അടിത്തറയുള്ള ഒരു കുടുംബം പണിയുക എന്നുള്ളത് എപ്പോഴത്തെ പോലെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. വളരെയധികം പ്രാധാന്യം ആ വിഷയത്തിനുണ്ട് എന്ന് നമുക്കറിയാം. ജ്ഞാനത്തോടെയുള്ള ഒരു ഭവന നിർമ്മിതി, സമാധാനം, സ്നേഹം, പ്രാർത്ഥന, ഐക്യം, ഇങ്ങനെയുള്ള ഒരു കുടുംബത്തെ പണിയുവാൻ നമ്മെ തീർച്ചയായും ദൈവവചനം സഹായിക്കും. അപ്പൊ ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുവാനായിട്ട് ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ഡെയ്സി ക്ലീറ്റസിനെ ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ സഹോദരിമാരോട് ഒരുമിച്ച് ഇങ്ങനെ ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ ഇരിക്കുവാൻ ദൈവം തന്ന കൃപയ്ക്കായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവ നിലയിൽ നമ്മളെ ഒരുക്കിയതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്കിന്ന് ലഭിച്ച വിഷയം എന്ന് പറയുന്നത് ജ്ഞാനമുള്ളവൻ എൻ്റെ ഭവനം പണിയുന്നു എന്നുള്ള ഒരു വിഷയമാണ് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് പ്രിയ ഷൈനി സോരി പറഞ്ഞതുപോലെ ഒരു വീട് പണിയുന്നത് സിമെന്റും ഇഷ്ടികയും കല്ലും എന്നിവ കൊണ്ടൊക്കെയാണ്. എന്നാൽ ഒരു ഭവനം പണിതെടുക്കുക എന്ന് പറയുന്നത് ആ ഭവനത്തിലെ സഹോദരിയുടെ അതിന് വളരെ വലിയൊരു പങ്കുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ വചനവും അത് തന്നെയാണ് ഉറപ്പിച്ച് പറയുന്നത്. സദൃശവാക്യങ്ങൾ 14-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു, ഭോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു. അപ്പൊ വീട് പണിയുന്ന ഒരു സ്ത്രീയെ കുറിച്ച് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ദൈവം നമ്മെ ഓരോരുത്തരെയും വിവിധ ഭവനങ്ങളിലാക്കി വെച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതങ്ങളെ രൂപപ്പെടുത്തുകയും ഇടങ്ങളായിട്ടും മൂല്യങ്ങളെ വളർത്തിയെടുക്കാനുള്ള ഇടങ്ങളായിട്ടുമാണ് ദൈവം ഭവനങ്ങളെ വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഭവനത്തിലാണ് നമ്മളെയും ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. നമ്മൾക്ക് എത്രയോ വിലപ്പെട്ട, അല്ലെങ്കിൽ നമ്മൾ എത്രയോ ഭാഗ്യം ഉള്ളവരാണ്. അങ്ങനെയൊക്കെ കർത്താവിന്റെ പരിപാടിയിൽ ദൈവം വിലമതിക്കുന്ന ഒരു ആത്മീയ ശുശ്രൂഷയിൽ ദൈവം നമുക്ക് ഒരു പങ്കാളിത്തം തന്നിരിക്കുന്നു എന്നുള്ളത് നമ്മളെപ്പോഴും വിലയേറിയതായിട്ട് കാണുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള അവസരമാണ്. ദൈവം നമുക്ക് ആ നിലയിൽ ഒരു ശുശ്രൂഷ തന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഭവനത്തില് സ്ത്രീകളുടെ സ്വാധീനം വളരെ വലുതാണ്. ദൈവ ആ നിലയിൽ വളരെ വലിയൊരു ഉത്തരവാദിത്വമാണ് സഹോദരിമാർക്ക് കൊടുത്തിരിക്കുന്നത്.
14:1 നമ്മൾ വായിച്ചു. അതിലിങ്ങനെ പറയുന്നു, ജ്ഞാനമുള്ളവൾ പണിയുന്നു, തന്റെ ഭവനം പണിയുന്നു, എന്നാൽ ഭോഷത്വമുള്ളവളോ സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു എന്നാണ്. അപ്പൊ ഭവനം പണിയാനും ഒരു സ്ത്രീ നിരൂപിച്ചാൽ സാധിക്കും, ഭവനത്തെ അതിനെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ പൊളിച്ചു കളയാനും ഒരു സഹോദരി വിചാരിച്ചാൽ സാധിക്കും എന്നാണ് ആ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ഭോഷത്വമായവളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അതിനോട് ചേർന്ന് ഒരു വാക്യം വായിക്കാം. സദൃശവാക്യങ്ങൾ 22:15 പറയുന്നു, ബാലന്റെ ഹൃദയത്തോട് ഭോഷത്വം പറ്റിയിരിക്കുന്നു, ശിക്ഷയ്ക്കുള്ള വഴി അവനെ അതിൽ നിന്ന് അകറ്റിക്കളയും. കുട്ടികൾ ജനിക്കുമ്പോൾ വളരെ നിർമ്മലരായിട്ട് ആണ് അവർ ജനിക്കുന്നെങ്കിൽ അവരുടെ ഉള്ളില് സ്വാർത്ഥതയും അനുസരണക്കേടും തെറ്റായ സ്വഭാവ രീതികളൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടായി വരുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ അവരെ ഡിസിപ്ലിൻ ചെയ്തുമ്പോൾ അത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. സഹോദരിമാരായ നമ്മുടെ ഹൃദയത്തോടും ഭോഷത്വം പറ്റിയിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്കും ഉണ്ടാകണം. പലപ്പോഴും നമ്മുടെ ഭോഷത്വമായിട്ടുള്ള പ്രവൃത്തികള് നമ്മുടെ ഭവനത്തെയും പൊളിച്ചു കളയുന്നതിന് കാരണമായി തീരാറുണ്ട്. അപ്പോ നമ്മൾ മുന്നോട്ട് ചിന്തിച്ചു പോകുമ്പോൾ ദൈവം നമുക്ക് ജ്ഞാനം തന്നിട്ടുണ്ട്, എന്നാൽ അതേസമയം തന്നെ നമ്മുടെ ഹൃദയത്തോടും ഭോഷത്വം പറ്റിയിരിക്കുന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവോടെ നമ്മൾ ഇരിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെയും ശരിയായ നിലയിൽ പരിശോധിക്കാനായിട്ട് സാധിക്കുന്നത്. ജ്ഞാനമുള്ളവളാണ് വീട് പണിയുന്നത് എന്ന് പറഞ്ഞു. ആരാണ് ജ്ഞാനമുള്ളവൾ എന്ന് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പരിശോധിക്കാം. സദൃശവാക്യങ്ങൾ 1-7 ഇങ്ങനെ പറയുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അതുപോലെ പ്രോവർബ്സ് 2-6 ഇങ്ങനെ പറയുന്നു, യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്. 15 വാക്യം, എന്റെ വചനങ്ങളെ കൈക്കൊണ്ട് എന്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ. 2-5 വരെയുള്ള വാക്യങ്ങളാണ്, നീ യഹോവ ഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും എന്ന്. അപ്പൊ നമ്മൾ ഈ വായിച്ച വേദഭാഗങ്ങളിലെല്ലാം ജ്ഞാനം ലഭിക്കാനായിട്ട് വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ദൈവസന്നിധിയിലേക്ക് വരിക, ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തിന്റെ വചനങ്ങളെ കൈക്കൊള്ളുക, ഹൃദയത്തിൽ അത് സ്വീകരിച്ച് കൈക്കൊള്ളുമ്പോൾ നാം ദൈവ പരിജ്ഞാനമുള്ളവരായിട്ട് തീരുമെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജ്ഞാനത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ ആരംഭത്തിൽ തന്നെ അവസാനം കാണുവാനുള്ള ഒരു കഴിവ് ഉണ്ട്. ജ്ഞാനിയായിരിക്കുന്ന ഒരു സഹോദരിക്ക് ആരംഭത്തിൽ തന്നെ അവസാനം കാണുവാനുള്ള കഴിവ് ഉണ്ട് എന്നാണ് പറയുന്നത്. അത് കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒരു ഉദാഹരണം പറയാം. യോക്കേബേദിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ യോക്കേബേദ് തനിക്കുണ്ടായ കുഞ്ഞിനെ കുറിച്ച് പറയുന്ന അപ്പസ്തോല പ്രവൃത്തികൾ ഇങ്ങനെ പറയുന്നു, ശിശു ദിവ്യസുന്ദരൻ എന്ന് കണ്ടു എന്ന് പറയുന്നു. ശരിക്കും ദിവ്യസുന്ദരൻ എന്ന വാക്കുകൊണ്ട് യോക്കേബേദ് മനസ്സിലാക്കിയത് ശരീര സൗന്ദര്യം മാത്രമല്ല, ഇവൻ ദൈവത്തിന് പ്രയോജനമുള്ള ഒരു വ്യക്തിയായിട്ട് തീരും എന്ന് അവള് തന്റെ ഹൃദയത്തിൽ ഗ്രഹിച്ചു എന്ന്. അപ്പോ തന്റെ കുഞ്ഞിനെ കണ്ട സമയത്ത് അവൾക്ക് തന്റെ കുഞ്ഞ് വളർന്നു വന്ന് മുതിർന്ന ഒരു പുരുഷനായി അവൻ ആത്മീയമായിരിക്കുന്ന വളരെ പ്രയോജനമുള്ളവനായി തീരും എന്നുള്ള അവള് തന്റെ ഹൃദയത്തില് എന്ന് പറഞ്ഞാൽ ആരംഭത്തിൽ തന്നെ അവസാനം കാണാനുള്ള ഒരു കഴിവ്, അതൊരു ജ്ഞാനമുള്ള ഒരു സ്ത്രീയുടെ ഒരു കഴിവാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ വേറൊരു ലക്ഷണമായിട്ട് പറയുന്നത് ഉത്കൃഷ്ടമായ ലക്ഷ്യങ്ങൾ, അത് ഉത്തമമായിരിക്കുന്ന മാർഗങ്ങൾ ഉപയോഗിച്ച് നേടിയെടുക്കുന്നതിനുള്ള കഴിവ് ജ്ഞാനമുള്ള ഒരു സ്ത്രീക്കുണ്ട്. നമുക്ക് യോക്കേബേദിനെ കുറിച്ച് ചിന്തിച്ചാൽ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവള് തൻ്റെ ഹൃദയത്തില് ലഭിച്ച തൻ്റെ ജ്ഞാനത്തിന് ഒത്തവണ്ണം താന് വളരെ ഉത്തമമായിരിക്കുന്ന മാർഗത്തിലൂടെ ആ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് അവളെ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ അന്തിമമായ ഫലത്തെ വിലയിരുത്തുകയും സൂക്ഷ്മതയോടെ അതിനായി അധ്വാനിക്കുകയും ചെയ്യുന്നത് ജ്ഞാനമുള്ള ഒരു സ്ത്രീയുടെ ലക്ഷണമാണ്. എല്ലാത്തിൻ്റെയും അവസാനം ഫലം കണ്ടു കഴിഞ്ഞല്ല ഇതായിരിക്കും ഇതിന്റെ ഫലം എന്ന് ചിന്തിക്കുന്നു. അപ്പോ ഒരു ജ്ഞാനമുള്ള സ്ത്രീക്ക് ഏതൊരു കാര്യത്തെക്കുറിച്ചും അതിൻ്റെ അന്തം ഇതാകും എന്ന് ചിന്തിച്ച് അതിനെ വിലയിരുത്താനൊക്കെ ഉള്ള ഒരു കഴിവ് അവൾക്ക് സ്വാഭാവികമായിട്ട് ലഭിക്കുന്നതല്ല.
അതാണ് നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ ആദ്യം വായിച്ച പോലെ യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അവള് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം അവൾക്ക് ഒരു പരിജ്ഞാനം കൊടുക്കുന്നു. നീ ഈ കാര്യങ്ങൾ ഇന്ന പോലെ ചെയ്താൽ ഇതായിരിക്കും അതിന്റെ അന്തം, അത് നിനക്ക് ഗുണകരമായി തീരും. അതല്ല, ഇത് ചെയ്യാതിരുന്നാൽ ഇങ്ങനെ ചെയ്താൽ അതിന് ഇന്ന ഇന്ന ദോഷഫലങ്ങൾ ഉണ്ടാകും. ഇത് ഒരു പരിജ്ഞാനം ദൈവമായിട്ട് അവൾക്ക് നൽകുന്നതാണ്. ഇതൊക്കെ ജ്ഞാനത്തിന്റെ ലക്ഷണങ്ങളാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ജ്ഞാനമുള്ളൊരു വ്യക്തിയെ കുറിച്ച് പറയുന്ന ആൾക്ക് നല്ല ദിശാബോധം ഉണ്ടായിരിക്കും. നമ്മൾ ആദ്യം ചിന്തിച്ചതുപോലെ നമ്മളെയൊക്കെയും ഭവനത്തിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഭവനത്തെ സംബന്ധിച്ച് അത് പോകുന്നത് പോലെ പോട്ടെ, അല്ലെങ്കിൽ എത്തുന്നിടത്ത് എത്തട്ടെ എന്ന് അവൾ ചിന്തിക്കുകയില്ല. അവൾക്ക് തൻ്റെ ഭവനത്തെക്കുറിച്ച് ഒരു വ്യക്തമായിരിക്കുന്ന ദിശാബോധം ഉണ്ടായിരിക്കും. ഒരു ചാൻസിനായിട്ട് തൻ്റെ കാര്യങ്ങൾ അവൾ വിട്ടുകൊടുക്കുകയില്ല, മറിച്ച് തൻ്റെ ഭവനത്തെക്കുറിച്ച്, തൻ്റെ ഭവനത്തിലുള്ള തൻ്റെ ഭർത്താവിനെ കുറിച്ച്, തൻ്റെ മക്കളെ കുറിച്ചൊക്കെ അവൾക്ക് വളരെ ഉത്കൃഷ്ടമായ ചിന്തയും ആഗ്രഹങ്ങളും, അതിനുവേണ്ടി അവൾ പരിശ്രമിക്കുകയും അതിനൊക്കെ നല്ലതായിരിക്കുന്ന മാർഗങ്ങൾ തിരഞ്ഞെടുത്ത് ദൈവത്തിൽ ആശ്രയിച്ച് അവൾ അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ അവൾക്കൊരു നല്ല ഭവനം പണിതെടുക്കാനായിട്ട് സാധിക്കും. സഹോദരിമാരെ, നമ്മളെ ഒക്കെയും വിവിധ ഭവനങ്ങളിലാക്കി വെച്ചിരിക്കുന്നു. ദൈവം നമ്മളിൽ നിന്ന് അനേക കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തെടുക്കുവാനായിട്ട് നമ്മൾ എത്രത്തോളം സമർപ്പണമുള്ളവരാണ് എന്ന് നമ്മൾ പരിശോധിക്കുകയും നമ്മൾ അതിനായിട്ട് നമ്മെ തന്നെ ഒരുക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. ജ്ഞാനമുള്ള സ്ത്രീയെ കുറിച്ച് പറയുന്നത് അവള് തൻ്റെ ജീവിതത്തിൽ ശരിയായ തിരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു വ്യക്തിയായിരിക്കും. എങ്ങനെയുള്ള തിരഞ്ഞെടുപ്പ് ആണെന്ന് ചോദിച്ചാൽ വചനമനുസരിച്ചുള്ള ഒരു തിരഞ്ഞെടുപ്പ്. നമുക്ക് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24 തൊട്ട് 27 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ പാറമേൽ വീട് പണിതവനെ കുറിച്ചും മണലിന്മേൽ വീട് പണിതവനെ കുറിച്ചും പറയുന്നുണ്ടല്ലോ. അവിടെ 2 വീടുകളിലേക്കും കാറ്റടിച്ചു, എന്നാൽ നിലനിന്നത് പാറമേൽ പണിത വീട് മാത്രമാണ് നിലനിന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ മണലിന്മേൽ വീണ് പണിത വ്യക്തി എളുപ്പമാർഗങ്ങളെ സ്വീകരിച്ചു, എന്നാൽ അത് ജീവിതത്തിലെ പരിശോധനകൾ വന്നപ്പോൾ തകർന്നു പോയി. എന്നാൽ പാറമേൽ വീട് പണിത വ്യക്തി സമയമെടുത്ത് അധ്വാനം ചെയ്ത് പണിതു, എന്നാൽ ആ വീട് നിലനിന്നെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യോക്കേബേദിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവളുടെ ജീവിതത്തിൽ അവൾ റിസ്ക് എടുത്തു, അവള് ദൈവത്തിൽ ആശ്രയിച്ച് പ്രവർത്തിച്ചു. ഇന്ന് നാം യോക്കേബേദിനെ ഓർക്കുന്നുണ്ട്. അതുപോലെ അവളുടെ മക്കളും ദൈവകരങ്ങളിൽ എത്രയോ പ്രയോജനപ്പെട്ടു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മള് എളുപ്പമാർഗത്തിലെ കാര്യങ്ങൾ ചെയ്ത് എടുക്കുന്നതല്ല, ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടും ദൈവവചനപ്രകാരവും നമ്മൾ കാര്യങ്ങളെ ചെയ്യുമ്പോൾ നമ്മുടെയും ഭവനങ്ങൾ നല്ല ഉറപ്പുള്ളതായി, ദൈവകരങ്ങൾ ഉപയോഗിക്കുന്നതായി, നമ്മുടെ കുടുംബം മാനപാത്രമായിട്ട് തീരും എന്നുള്ളത് എത്രയോ വചനം നൽകുന്ന ഒരു ഉറപ്പാണ്. നമ്മൾ ജ്ഞാനമുള്ള സഹോദരിമാരായിട്ട് നമ്മുടെ ഭവനങ്ങളെ പണിയുവാൻ ദൈവം സഹായിക്കട്ടെ. നല്ല തിരഞ്ഞെടുപ്പുകൾ ജീവിതത്തിൽ എടുക്കേണ്ടതായ സമയങ്ങൾ നമ്മുടെയും ജീവിതത്തിൽ വരാം, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരാം. അങ്ങനെയുള്ള സമയങ്ങളിൽ നാം എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്? യോക്കേബേദിനെ കുറിച്ച് ചിന്തിച്ചാൽ യോക്കേബേദിന്റെ കാലത്തുണ്ടായിരുന്ന മറ്റനേക സ്ത്രീകൾ ഉണ്ടായിരുന്നു, തൻ്റെ സമകാലീനരായിരിക്കുന്ന സ്ത്രീകൾ. അവരും തങ്ങൾക്കുണ്ടായ ആൺകുഞ്ഞുങ്ങളെ ഒക്കെ നദിയിലെറിഞ്ഞു കാണും. കാരണം അവര് യോക്കേബേദിനെ പോലെ ദൈവാശ്രയമുള്ളവരോ ദൈവത്തെ ഭയപ്പെടുന്നവരോ ആയിരുന്നില്ല. അവരുടെ തന്നെ സ്വയരക്ഷയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ അവർക്കൊരു ആത്മീയ ദർശനം ഉണ്ടായിരുന്നില്ല. ദൈവം എനിക്ക് മക്കളെ തന്നുവെങ്കിൽ ആ മക്കള് കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരായിട്ട് തീരണം എന്ന് അവർക്കൊരു മക്കളെ സംബന്ധിച്ച് ഒരു ആത്മീയ ദർശനം ഉണ്ടായിരുന്നില്ല. അവരവരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി വേറൊരു വഴി, ദൈവം ഒരു വഴി തുറന്നു തരും, അല്ലെങ്കിൽ ദൈവം യോക്കേബേദ് ചിന്തിച്ചതുപോലെ ദൈവം എന്നെ സഹായിക്കും എന്നൊന്നും ചിന്തിച്ചില്ല. അവര് തങ്ങൾക്ക് ലഭിച്ച കുഞ്ഞുങ്ങളെ അവര് ഭയപ്പെട്ടുകൊണ്ട് അവര് നദിയിലെറിഞ്ഞ് കളഞ്ഞു കാണും. നമ്മുടെയും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ വചനം എന്ത് പറയുന്നു എന്നോ അതിനനുസരിച്ച് നമ്മൾ തീരുമാനമെടുത്താൽ
നാമും അനുഗ്രഹിക്കപ്പെടും. യോക്കേബിദിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ നാമും അനുഗ്രഹിക്കപ്പെടും. യോക്കേബേദ് സത്യത്തിൽ നമുക്കൊരു മാതൃകയായിട്ടുള്ള ഒരു സഹോദരിയാണ്. ജീവിതത്തിലെ പരിശോധനകളുടെ സമയത്ത് നമ്മൾ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ തീരുമാനം എടുക്കണം എന്ന് യോക്കേബേദ് നമ്മളെ പഠിപ്പിക്കുന്നു. സദൃശവാക്യങ്ങൾ 14-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം ഇങ്ങനെ പറയുന്നു: യഹോവ ഭക്തന് ദൃഢധൈര്യം ഉണ്ടാകും. യോക്കേബേദിന് ധൈര്യം കിട്ടിയതുപോലെ ദൈവം നമുക്കും നമ്മുടെ പ്രയാസഘട്ടങ്ങളിൽ നമുക്ക് ധൈര്യം നൽകി നമ്മളെ മുന്നോട്ട് നയിക്കും. ഒരു കുടുംബം ആവുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭവനമാവുമ്പോൾ പല നമ്മളെ ഭാരപ്പെടുത്തുന്ന, നിരാശപ്പെടുത്തുന്ന, നമ്മളെ തളർത്തിക്കളയുന്ന പല പ്രശ്നങ്ങളും നമുക്ക് മുമ്പാകെ ഉണ്ടാകും. നമ്മളെ ഏലിയാവിനെ കുറിച്ച് കാണുന്നത്, ഏലിയാവിനെ ഇസബേല പിന്തുടർന്ന സമയത്ത് ഒരു ഗുഹയിൽ കടന്ന് താന് വളരെ നിരാശയോടെ താന് ചിന്തിച്ചു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, ഇനി ഞാനും നശിച്ചു പോകുമെന്ന് താന് ചിന്തിച്ചു. എന്നാൽ ദൈവം തന്നോട് ഇടപെട്ടു, തന്നോട് സംസാരിച്ചു, നീ ഒരുത്തനല്ല, നിന്നെ പോലെ അനേക ആളുകളെ ഞാൻ ഇതുപോലെ ഒരുക്കി വെച്ചിരിക്കുന്നുണ്ട്, അവര് നിന്നെ പോലെ നിലനിൽക്കുന്നുണ്ട്, നീ ധൈര്യപ്പെട്ട് നിലനിൽക്കുക, വിശ്വാസത്തിൽ മുന്നോട്ട് പോകുക, നീ അധൈര്യപ്പെട്ട് പോകണ്ട എന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിലൊക്കെ പരിശോധനകളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് ധൈര്യപ്പെട്ട്, നമ്മൾ വായിച്ച പോലെ യഹോവ ഭക്തന് ദൃഢധൈര്യം ഉണ്ടാകും. യോക്കേബേദിന് ധൈര്യം കിട്ടിയതുപോലെ നമ്മുടെ ദൈവത്തിന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പോലും പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതായ ഒരു വലിയ ധൈര്യം, നമ്മെ മുന്നോട്ട് നടത്തുന്ന ദൈവിക ശക്തി നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നല്ല തിരഞ്ഞെടുപ്പുകൾ നമ്മൾ നടത്തുന്നത് നല്ലതാണ്. മുന്നോട്ട് നമുക്ക് പോകുമ്പോൾ ജ്ഞാനമുള്ള ഒരു സ്ത്രീയുടെ വാക്കുകൾ വാസ്തവത്തിൽ ഒരു പണിയായുധമാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഭവനം പണിയുന്ന ഒരു സ്ത്രീയില് അവളുടെ വാക്കുകൾക്ക് എത്ര വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും ഓർക്കുന്നത് നല്ലതാണ്. ജ്ഞാനവും വിവേകവും ഉള്ള ഒരു സ്ത്രീ, അവള് വലിയ സമ്പന്നയൊന്നും അല്ലെങ്കിലും അവൾ തൻ്റെ ഭവനത്തിന് ഒരു വലിയ അനുഗ്രഹമായിരിക്കും. തൻ്റെ ഭവനത്തിന് ഒരു വലിയ മുതൽക്കൂട്ടായിരിക്കും. സദൃശവാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, വാക്കുകളെ കുറിച്ച് പറയുന്ന, നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ കുറിച്ച് പറയുന്ന ചില വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. 12:18 വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്നവരുണ്ട്, ജ്ഞാനികളുടെ നാവോ സുഖപ്രദം. അപ്പോ ഒരു സഹോദരിക്ക് മൂർച്ചയായിട്ട് സംസാരിക്കാനും സാധിക്കും, എന്നാൽ വളരെ നല്ല നിലയിൽ മറ്റുള്ളവർക്ക് സന്തോഷം വരുത്തുന്ന നിലയിൽ സംസാരിക്കാനായിട്ട് സാധിക്കും. ജ്ഞാനിയുടെ നാവിനെ കുറിച്ച് പറയുന്നത്, ജ്ഞാനമുള്ളവരുടെ നാവ് സുഖപ്രദമാണ് എന്നാണ് പറയുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കിയ ഒരു ഭർത്താവ് ജോലി കഴിഞ്ഞ് തൻ്റെ ഭവനത്തിലേക്ക് വളരെ ടയേർഡായി, ജോലി സ്ഥലത്തുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ വളരെ നിരാശപ്പെട്ടും ഡിസ്കറേജ്ഡ് ആയിട്ടൊക്കെ താൻ വരികയാണ്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു ജ്ഞാനിയായിട്ടുള്ള ഒരു സ്ത്രീ ഒരു പക്ഷെ അവളോട് തൻ്റെ ഭർത്താവിനോട് പറയുന്ന ഒരു പക്ഷെ തൻ്റെ ഓഫീസിൽ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ആരും തന്നെ വേണ്ടവണ്ണം വിലമതിച്ചില്ല, അവിടെയൊക്കെ തനിക്ക് ശകാരവും കളിയാക്കലുകളും ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് അനുഭവിച്ചാണ് താൻ ഭവനത്തിലേക്ക് വരുന്നത്. എന്നാൽ അതെന്റെ ഭാര്യയോട് ഷെയർ ചെയ്യുന്ന സമയത്ത് ഭാര്യ പറയാൻ, ഫൂളിഷ് ആയിട്ടുള്ള ബോഷത്വമുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ അവൾ പറയും, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും നന്നായിട്ട് ചെയ്യില്ല, ഒന്നും നന്നായി ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്ന ഒരു സ്ത്രീയും, അതുപോലെ ജ്ഞാനിയായിട്ടുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ പറയും, സാരമില്ല, ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ, ഇത്രയൊക്കെ നന്നായിട്ട് ചെയ്തല്ലോ, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ദൈവം നോക്കിക്കോളും, സാരമില്ല എന്നുള്ള വാക്കുകൾ. അപ്പോൾ ഒരു ജ്ഞാനമുള്ള സ്ത്രീയുടെ വാക്കുകൾ ആ ഡിസ്കറേജ്ഡ് ആയിട്ടുള്ള, നിരാശപ്പെട്ട് ഭാരപ്പെട്ടു വരുന്ന ആ മനുഷ്യനെ സംബന്ധിച്ച് ആ വാക്കുകൾ, രണ്ട് സ്ത്രീകളും പറയുന്ന വാക്കുകൾ അവരെ എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ആരെല്ലാം ഭർത്താവിന്
മോശമായിട്ട് പറഞ്ഞോ അല്ലെങ്കിൽ ഇകഴ്ത്തി മോശമാക്കി അവരെ നിരുത്സാഹപ്പെടുത്തുകയും വിമർശിക്കുകയും അവരെ കുറ്റം ചാർത്തുകയും വില കുറച്ച് കാണുകയും ഒക്കെ ചെയ്തു വന്നാലും ജ്ഞാനമുള്ള ഒരു സ്ത്രീയാണ് തൻ്റെ ഭാര്യയെങ്കിൽ ഭാര്യയുടെ അടുക്കൽ വന്ന് അവളുടെ അടുക്കൽ സങ്കടം പറയുമ്പോൾ അവളുടെ നല്ല വാക്കുകൾ അവൾക്ക് ആ മനുഷ്യന് വളരെ ശക്തിയും ബലവും ധൈര്യവും കൊടുക്കുന്നതായിട്ട് കാണാം. എന്നാൽ പോഷത്വമുള്ള ഒരു സ്ത്രീയാണ് തൻ്റെ ഭാര്യ എന്നുള്ളതെങ്കിൽ ആ മനസ്സ് തകർന്നു പോയ മനുഷ്യന്റെ ഹൃദയം ഒന്നും കൂടെ തകർന്നും പോകാനായിട്ട് ഇടയുണ്ട്. സദൃശവാക്യങ്ങൾ 15:1 ഇങ്ങനെ പറയുന്നു, മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്ന, കഠിന വാക്കോ ക്രോധത്തെ ജ്വലിപ്പിക്കുന്നു. അപ്പോ വാക്കുകൾക്ക് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. മൃദുവായ ഉത്തരവും കഠിന വാക്കും, നമ്മുടെ വാക്കുകൾ എങ്ങനെയാണ്, നമ്മുടെ ഭവനത്തിൽ നമ്മുടെ സംസാരം എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഏത് ഭവനത്തിലും കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടാകും, വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. എന്നാൽ ഒരു ജ്ഞാനമുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ അവൾക്കറിയാം എപ്പോഴാണ് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ എപ്പോഴാണ് സൈലന്റ് ആയിട്ട് ഇരിക്കേണ്ടത് എന്നൊക്കെ അവൾക്കറിയാം. കഠിന വാക്കോ, ചില പോഷത്വമായിരിക്കുന്ന സ്ത്രീകള് ചില സമയത്ത് ഒന്നും മിണ്ടാതിരുന്നിരുന്നെങ്കിൽ ആ പ്രശ്നം അവിടെ സോൾവ് ആയി പോകുമായിരുന്നു. എന്നാൽ ചിലപ്പോ ചില കഠിന വാക്കുകളും നിമിത്തം കോപം വല്ലാതെ ജ്വലിക്കുകയും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ വാക്കുകൾക്ക്, സഹോദരിമാരുടെ വാക്കുകൾക്ക് കുടുംബത്തില് സമാധാനം കൊണ്ടുവരാനായിട്ട് സാധിക്കും, സന്തോഷം കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ വാക്കുകള് നമ്മുടെ കുടുംബത്തില് ഒരു പണിയെടുക്കാനായിട്ടുള്ള ഒരു ആയുധമായിട്ടാണോ നമ്മൾ ഉപയോഗിക്കുന്നത്, അതോ കുടുംബ ബന്ധങ്ങളെ തകർത്ത് കളയുന്ന, പൊളിച്ചു കളയുന്ന ഒരു രീതിയിലാണോ നമ്മുടെ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ മക്കളോടാണെങ്കിലും അവരുടെ ജീവിതത്തിലെ പരാജയമൊക്കെ സംഭവിച്ച് ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് അല്ലെങ്കിൽ നിനക്കൊന്നും കഴിയില്ല എന്ന് പറഞ്ഞാൽ അവര് അല്ലെങ്കിൽ പരാജയപ്പെട്ടിരിക്കുന്ന അവരുടെ പിന്നെ കോൺഫിഡൻസ് വീണ്ടും താഴേക്ക് പോകും. എന്നെ കൊണ്ട് ഒന്നും സാധിക്കുകയില്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക് ആ കുഞ്ഞു പോവുകയും അവന്റെ ജീവിതത്തിൽ ഉടനീളം ആ ഒരു എനിക്ക് കഴിവില്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ തിരിച്ച് ഒരു പരാജയം അല്ലെങ്കിൽ 1-2 പരാജയം എന്നും പരാജയപ്പെടുന്നതിന് കാരണം പരാജയത്തിന്റെ അല്ല, നീ ശ്രമിച്ചു നോക്കൂ, ഇനിയും നിനക്ക് മുന്നോട്ട് പോകാം, വ്യത്യാസം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒരു പ്രാവശ്യം പരാജയപ്പെട്ടതുകൊണ്ട് നമ്മൾ എന്നേക്കും പരാജയപ്പെട്ടു പോവുകയില്ല എന്ന് പറഞ്ഞ് ഉത്സാഹിപ്പിക്കുന്ന അമ്മയുടെ വാക്കുകളാണെങ്കിൽ പരാജയത്തിൽ നിന്ന് ഉണർന്ന് എഴുന്നേൽക്കാനും വളരെ കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോകാനും ആ കുഞ്ഞിനെ സഹായിക്കും. നമുക്ക് തന്നിരിക്കുന്ന മക്കളെ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിന്, നമ്മുടെ കുടുംബത്തിലുള്ള മറ്റംഗങ്ങളെ ഒക്കെ നല്ല വാക്കുകൾ കൊണ്ട് പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമുക്ക് ദൈവം അതിനൊക്കെ ഉള്ള സാധ്യത നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ മറ്റുള്ളവരെ നശിപ്പിച്ചു കളയാൻ, അവരുടെ കോൺഫിഡൻസ് ലെവലൊക്കെ താഴ്ത്തിക്കളയാനും നമ്മുടെ വാക്കുകൾ കാരണമായി തീരും. ഒരമ്മയുടെ വാക്ക് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം പറയുന്നു, അമ്മ ആശ്വസിപ്പിക്കും പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് പറയുന്നു. അപ്പൊ അമ്മയുടെ ആശ്വാസ വാക്കുകള് മക്കൾക്ക് എന്തൊരു ആശ്വാസമായിരിക്കണം. അവരുടെ പ്രയാസത്തിന്റെ സമയങ്ങളിൽ അവർ അമ്മയുടെ അടുത്ത് വന്ന് അവരുടെ സങ്കടം പറയുമ്പോൾ അമ്മയിൽ നിന്നൊരു നല്ല വാക്ക് കേൾക്കും, അമ്മ എനിക്ക് നല്ലത് പറഞ്ഞു തരും എന്നുള്ളത് അങ്ങനെ ഒരു ചിന്തയോടെ അമ്മമാരുടെ അടുത്തേക്ക് അവർ മുതിർന്നാലും കടന്നു വരുന്നുവെങ്കിൽ അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. സത്യത്തില് നമ്മിൽ നിന്ന് ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ മക്കൾക്ക് നമ്മൾ ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ഭർത്താവിന് നമ്മൾ ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു കൊടുക്കണം. എവിടെയെല്ലാം പോയാലും എവിടെയെല്ലാം ആരുമായിട്ടൊക്കെ ഇടപെട്ടാലും കുടുംബത്തിൽ വന്ന് സ്വസ്ഥമായിട്ടിരിക്കാനും സന്തോഷമായിട്ടിരിക്കാനും ഒക്കെ ഭർത്താവും മക്കളും ഒക്കെ ആഗ്രഹിക്കണമെങ്കിൽ നമ്മുടെ വാക്കുകൾ വളരെ നമ്മൾ മുന്നമേ ചിന്തിച്ച പോലെ മൃദുവായിട്ടുള്ള ഉത്തരവും
അതുപോലെ ജ്ഞാനത്തോടെ സംസാരിക്കാനും കൃപയോടെ സംസാരിക്കാനും നമ്മുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതും ഒക്കെ ആയിരുന്നെങ്കിൽ മാത്രമേ നമുക്കത് സാധിച്ചെടുക്കുള്ളൂ. പലപ്പോഴും നമ്മുടെ ആദ്യം ചിന്തിച്ച പോലെ നമ്മുടെ ഹൃദയത്തോട് പറ്റിയിരിക്കുന്ന പോഷത്വം കാരണം നമ്മുടെ വാക്കൊക്കെ ചിലപ്പോൾ മുറിപ്പെടുത്തുന്നതാകാം, കുത്തി നോവിക്കുന്നതായി തീരാം. എന്നാൽ അതുകൊണ്ടൊന്നും നമുക്ക് ഒരിക്കലും നമ്മുടെ ഭവനത്തെ പണിതെടുക്കാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഭവനത്തിനുള്ളില് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിമർശിച്ചുകൊണ്ട് നമുക്ക് ആരെയും വളർത്തിയെടുക്കാനായിട്ട് സാധിക്കില്ല. നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് ഭർത്താവിനെ നമുക്ക് കൂടുതൽ ഉത്സാഹിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ മക്കളെ നമുക്ക് എപ്പോഴും ഇങ്ങനെ വിമർശിച്ചുകൊണ്ട് മാത്രം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ആരെയും വളർത്തിയെടുക്കാനായിട്ട് പറ്റില്ല. ക്രിട്ടിക്കൽ ഇവാലുവേഷൻ വേണം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യണം, പരിശോധിക്കണം. ഞാൻ ചെയ്തതിൽ പോരായ്മ ഉള്ളത് എങ്ങനെയാണ്, അതെങ്ങനെയാ തിരുത്താൻ സാധിക്കുന്നത്, അതൊക്കെ നമുക്ക് നല്ലതാണ് കൂടുതലും മുന്നോട്ട് പോകുന്നതിന്. എന്നാൽ എപ്പോഴും ഇപ്പൊ നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം നമ്മുടെ ഭർത്താവോ മക്കളോ സ്ഥിരമായിട്ട് ഇത് കൊള്ളില്ല എന്ന് മാത്രം പറയുകയാണെങ്കിൽ നമുക്കത് വീണ്ടും അത് ഇവർക്ക് ചെയ്തു കൊടുത്തിട്ട് എന്നെ ഗുണമുള്ള ഒന്നും ചെയ്താലും നല്ലതാണെന്ന് പറയില്ല, ഒരു നല്ല വാക്ക് പറയില്ല എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ ഉത്സാഹം കെട്ടുപോകാനായിട്ടുള്ള അതുപോലെ തന്നെയാണ് നമ്മുടെ ഭർത്താവ് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന അധ്വാനങ്ങളെ നമ്മൾ വിലമതിക്കണം. എപ്പോഴും പരാജയങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തൊരു കുറവോ വരുമ്പോഴൊക്കെ നമ്മൾ അവരെ വിമർശിച്ച് അവരെ നന്നാക്കാനായിട്ട് ഒരിക്കലും പോകരുത്. അത് നമ്മുടെ അവർക്ക് അത് വളരുകയല്ല, അവർക്ക് നമ്മളോട് അകൽച്ചയൊക്കെ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. നമ്മളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമ്മൾ മുന്നമേ ചിന്തിച്ച പോലെ നമ്മുടെ വാക്കുകൾ കൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക, അവര് കഴിക്കുന്ന അധ്വാനങ്ങളെ നമ്മൾ വിലമതിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവര് പ്രോത്സാഹിക്കപ്പെടുകയും അവർ കൂടുതൽ പ്രയോജനത്തിലേക്ക് വരികയും. ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരു ശുശ്രൂഷയുടെ മുഖത്തുള്ള ഒരാളാണ്. പലപ്പോഴും പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ ശുശ്രൂഷയിൽ ഞാൻ ഓർക്കുന്ന എപ്പോഴും ഞാനങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അധ്വാനം, അതിനുവേണ്ടി കഴിക്കുന്ന അധ്വാനവും ഒക്കെ ചെയ്ത് നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മള് താനെ കൂടുതൽ മെച്ചപ്പെട്ട് വരാനായിട്ട്, കൂടുതൽ നന്നായിട്ട് ചെയ്യാനായിട്ട് ഉത്സാഹം ഉണ്ടായിരിക്കും. എന്നാൽ നമ്മൾ സൗമ്യമായിട്ട് നമ്മൾ കുറവശങ്ങളെ പറഞ്ഞു കൊടുക്കുകയോ അത് പറയേണ്ടതാണെങ്കിലും മാത്രം, പറയാൻ ആവശ്യമുള്ളതാണെങ്കിലും മാത്രം പറഞ്ഞു കൊടുക്കുക. ചിലപ്പോൾ ഒരു പക്ഷെ എനിക്ക് മാത്രമായിരിക്കും അത് നല്ലതല്ല എന്ന് തോന്നിയത്, മറ്റു കേൾക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ പ്രയോജനമായിട്ട് തീർന്നിരിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭർത്താവിന് അദ്ദേഹം ചെയ്യുന്ന ശുശ്രൂഷയായാലും അതുപോലെ ജോലിയാണെങ്കിലും അധ്വാനമാണെങ്കിലും കുടുംബത്തിന് വേണ്ടി കഴിക്കുന്ന അധ്വാനമാണെങ്കിലും നമ്മൾ വിലമതിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അദ്ദേഹത്തിന് അപ്രീസിയേഷൻ കൊടുക്കുന്നത് വളരെ പ്രയോജനമായിട്ട് തീരും. അതുപോലെ നമ്മുടെ മക്കള് അവരുടെ കാര്യങ്ങള് എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്ത് പുറകെ നടന്നാൽ അവർ ഒരിക്കലും വളർച്ചയിലേക്ക് വരില്ല. നമ്മളെ ചെറുപ്പത്തിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കൂമ്പൊടിഞ്ഞു പോയി എന്ന് പറഞ്ഞ പോലെ അവരങ്ങനെ അവർക്ക് ഒന്നും ചെയ്യാനായിട്ടുള്ള ഒരു ഉത്സാഹം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു നിലയിലേക്ക് പോകും. എന്നാൽ നമ്മുടെ മക്കളെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് പറഞ്ഞ് അവരെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ അവരനുഗ്രഹിക്കപ്പെടും. നമ്മുടെ ഭർത്താവിനും ആരെല്ലാം അവരെ ക്രിട്ടിസൈസ് ചെയ്താൽ എൻ്റെ ഭാര്യ എനിക്ക് സപ്പോർട്ടാണ് എന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിൽ ഉണ്ടായി വന്നാൽ അവർക്ക് വളരെ കംഫർട്ടായിട്ട് മറ്റ് വീടിന് പുറത്ത് ആരെല്ലാം അവരെ വിമർശിച്ചാലും അവർക്കത് അവരുടെ ഹൃദയത്തിൽ അത് തട്ടുകയില്ല. കാരണം അവർക്കറിയാം
അവരുടെ ഭവനത്തിൽ അവർക്ക് സപ്പോർട്ടുണ്ട്. ആ ഒരു ഉറപ്പ്, ധൈര്യം ഭർത്താവിനും മക്കൾക്കും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഭാര്യയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുപോലെ ഒരു സഹോദരി കോപത്തോടെ തന്നെ സംസാരിച്ച് ഭർത്താവിനോടാകട്ടെ, മാതാപിതാക്കളോടാകട്ടെ, അല്ലെങ്കിൽ മക്കളോടാകട്ടെ കോപത്തോടു കൂടെ സംസാരിക്കുന്നു. ഒരുപക്ഷെ പറയുമ്പോൾ അവരെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്, നല്ല രീതിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഒരുപക്ഷെ നമ്മൾ ഒരു സമയം കഴിയുമ്പോൾ നമ്മുടെ മക്കളും അതേ കോപത്തിന്റെ ആ ഒരു ഡിഗ്രിയിലല്ല, കുറച്ചും കൂടെ കൂടിയ നിലയിലായിരിക്കും അവരും അതേ കോപശീലരായിട്ട് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ സംസാരിക്കുന്നത് എപ്പോഴും സൗമ്യതയോടെ സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ സംസാരിക്കുന്നത് കണ്ടാണ് നമ്മുടെ മക്കള് പഠിച്ചു വളരുന്നത്. നമ്മുടെ ഭവനത്തിൽ നമ്മൾ ദൈവത്തിന്റെ വാക്തത്വങ്ങളെ കുറിച്ചും ദൈവത്തിന്റെ വചനത്തെ കുറിച്ചും ഒക്കെ ചിന്തിക്കുകയും അവരെ നമ്മുടെ അത് പ്രോത്സാഹിപ്പിക്കുകയും ദൈവവചന ചിന്തകളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു ആത്മീയ അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. 12 സദൃശവാക്യങ്ങൾ 12:25 പറയുന്നു, മനോവ്യസന ഹേതുവായി ഒരു മനുഷ്യന്റെ മനസ്സിടിയുന്നു, നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. അപ്പൊ നമ്മുടെ നല്ല വാക്ക് മനോവ്യസനം ഹേതുവായി മനസ്സിടിഞ്ഞു പോയ ഒരു വ്യക്തി, അത് ചിലപ്പോൾ നമ്മുടെ ഭർത്താവായിരിക്കാം, നമ്മുടെ മാതാപിതാക്കളായിരിക്കാം, നമ്മുടെ സഹോദരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മക്കളായിരിക്കാം. അവരുടെ മനസ്സിടിഞ്ഞു പോകുന്ന സമയത്ത് നമ്മള് ജ്ഞാനമുള്ള ഒരു സ്ത്രീ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവവചനത്തിന്റെ ദൈവത്തിന്റെ വചനത്തിന്റെ അകമ്പടിയോടെ അല്ലെങ്കിൽ വാക്തത്വങ്ങളോടുകൂടെ ഒക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന സമയത്ത് അവരുടെ ഹൃദയം സന്തോഷിക്കും. അപ്പൊ നമ്മുടെ വാക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർക്കണം. സദൃശവാക്യങ്ങൾ 22:11 ഇങ്ങനെ പറയുന്നു, ഹൃദയശുദ്ധി ഇഷ്ടപ്പെടുന്നവർക്ക് അധരലാവണ്യമുണ്ട്. അപ്പോ ഹൃദയം ശുദ്ധിയോടെ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയുടെ അധരത്തിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് ലാവണ്യമുണ്ട് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവളുടെ ആ സ്ത്രീയുടെ വാക്കുകൾ കേൾപ്പാനായിട്ട് ഇമ്പമുള്ളതായിരിക്കും, സൗമ്യതയുള്ളതായിരിക്കും, സ്നേഹമുള്ളതായിരിക്കും, സന്തോഷമുള്ളതായിരിക്കും. എന്നാൽ നമ്മുടെ വാക്കുകൾ കടുപ്പമുള്ള വാക്കുകളായാൽ അത് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും, നമ്മുടെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകാനായിട്ട് പലപ്പോഴും ഓരോ വ്യക്തികളും പല സ്വഭാവക്കാരാണ്. ചിലർക്ക് പ്രയാസം വന്നാൽ അത് പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്ന ആളുകളായിരിക്കും. എന്നാൽ നമ്മുടെ വാക്കുകൾ നമ്മുടെ ആ ഒരു വികാരത്തിന് അനുസരിച്ച് നമ്മൾ ഉപയോഗിച്ചാൽ നമ്മുടെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകും, മുറിവുണങ്ങാനായിട്ട് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ പണിതുയർത്താനായിട്ട് ആണ് ഏറ്റവും നമ്മൾ ഉപയോഗിക്കേണ്ടത്, പൊളിച്ചു കളയാനായിട്ടല്ല. നമ്മുടെ ഹൃദയത്തോടും പറ്റിയിരിക്കുന്ന പോഷത്വം ഉണ്ട്. പലപ്പോഴും നമ്മുടെയും വാക്കുകൾ കൊണ്ട് നമ്മുടെ ഭവനം പണിതുയർത്തപ്പെടുകയല്ല, പൊളിച്ചു കളയുന്ന അനുഭവത്തിലേക്കാണ് വരാനായിട്ട് സാധ്യതയുള്ളത്. അതുകൊണ്ട് ദൈവം നമ്മുടെ വാക്കുകളെ സൂക്ഷിക്കാൻ ദൈവം സഹായിക്കട്ടെ. ജ്ഞാനമുള്ള സ്ത്രീയെ കുറിച്ച് പറയുന്ന അവള് സ്വയം നിയന്ത്രണം പാലിക്കുന്ന ഒരു സ്ത്രീയായിരിക്കും. യാക്കോബിന്റെ ലേഖനം 1-19 ഇങ്ങനെ പറയുന്നു, കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവളായിരിക്കട്ടെ. ഇപ്പൊ ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നത് അവള് കേൾപ്പാൻ വേഗതയുള്ളവളായിരിക്കണം, കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും. നമ്മുടെ ജീവിതത്തില് നമുക്കൊരു സ്വയനിയന്ത്രണം ആവശ്യമാണ്. എങ്കിലേ നമുക്ക് നമ്മുടെ ഭവനത്തെ നല്ല നിലയിൽ പണിതുയർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളെ മുറിപ്പെടുത്തുന്ന ഒത്തിരി കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും നമ്മുടെ ഭവനത്തിൽ. എന്നാൽ എല്ലായിടത്തും നമുക്ക് ഒരുപോലെ പ്രതികരിക്കാനായിട്ടുള്ള അനുവാദം ദൈവം തന്നിട്ടില്ല. നമുക്കൊരു സ്വയനിയന്ത്രണം ആവശ്യമാണ്. സദൃശവാക്യങ്ങൾ 10-12 ഇങ്ങനെ പറയുന്നു, പക വഴക്കുകൾക്ക് കാരണമാകുന്നു, സ്നേഹമോ സകല ലംഘനങ്ങളെയും മൂടുന്നു. അപ്പോ നമ്മുടെ ഹൃദയത്തില് പകയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വഴക്കുകളിലേക്ക് പോകാനായിട്ടുള്ള കാരണമുണ്ട്. എന്നാൽ നമ്മുടെ ഹൃദയത്തിലെ സ്നേഹമാണെങ്കിൽ നമ്മൾക്ക് വന്നതായിരിക്കുന്ന സങ്കടങ്ങളെ ഒക്കെ അത് മൂടിക്കളയുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ നമ്മൾ നിയന്ത്രിക്കാനായിട്ട് പഠിക്കണമെന്നാണ് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത്. കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവൻ ആയിരിക്കണം.
തുടർന്ന് നമുക്ക് സദൃശവാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. 11-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പറയുന്നു, വിവേകമുള്ളവൻ മിണ്ടാതിരിക്കുന്നു. അപ്പോ ജ്ഞാനമുള്ള ഒരു സ്ത്രീ, വിവേകമുള്ള ഒരു സ്ത്രീയാണ് മിണ്ടാതിരിക്കുന്നത്. പ്രശ്നങ്ങളുടെ മധ്യത്തിലാണെങ്കിലും മിണ്ടാതിരിക്കേണ്ടതായ സമയത്ത് മിണ്ടാതിരിക്കാനായിട്ടുള്ള ഒരു കൃപ അവൾക്ക് ദൈവം പ്രത്യേകമായിട്ട് നൽകും. എന്നാൽ പ്രോവബ്സ് 12:16 പറയുന്നത്, ഭോഷന്റെ നീരസം തൽക്ഷണം വെളിപ്പെടുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്നത്, ഭോഷന്റെ നീരസം തൽക്ഷണം, അത് ഭോഷത്വത്തിന്റെ തെളിവാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളും ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രതികരണം വേഗത്തിലായി പോകുന്നുണ്ടോ, അതോ നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമ്മളെ പരിശോധിക്കുന്നത് നല്ലതാണ്. നമ്മൾ ജ്ഞാനിയായിരിക്കുന്ന വിവേകമുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ ദൈവം നമുക്ക് ആ നിലയിലൊക്കെയും കൃപ തരും. എന്നാൽ 12:16 പറയുന്ന പോലെ ഭോഷന്റെ നീരസം തൽക്ഷണം വെളിപ്പെടുന്നു. നമ്മളും ചിലപ്പോൾ നമ്മുടെ നീരസമൊക്കെ പെട്ടെന്ന് തന്നെ വെളിപ്പെട്ടു പോകുന്നുണ്ടോ, അത് നമുക്ക് അടക്കി വെക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? 12 സദൃശവാക്യങ്ങൾ തന്നെ 12:12 പറയുന്നു, വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്നവരുണ്ട്, ജ്ഞാനിയുടെ നാവോ സുഖപ്രദം. നമ്മുടെ ഇത് ഒക്കെ ഈ നമ്മുടെ സ്വയം നിയന്ത്രണവും നമ്മുടെ വാക്കുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇത് നമ്മൾ മുന്നമേ ചിന്തിച്ച വാക്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ നാവിനെ നിയന്ത്രിക്കുവാൻ സങ്കീർത്തനക്കാരൻ പറയുന്ന, എൻ്റെ അധരത്തെ കാത്തുകൊള്ളണമേ എന്ന് താനെ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മളും പ്രാർത്ഥിക്കുന്നതല്ല, എൻ്റെ ഹൃദയത്തെ, എൻ്റെ നാവിനെ നിയന്ത്രിച്ചു കൊള്ളണമേ എന്ന് ഉള്ള ഒരു പ്രാർത്ഥന നല്ലതാണ്. ജ്ഞാനമുള്ള ഒരു സ്ത്രീക്ക് മാത്രമേ തൻ്റെ ഹൃദയത്തെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ്, പ്രതികരിക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ പറയേണ്ട കാര്യമാണോ ഇത്? പലപ്പോഴും എടുത്ത് അടിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിച്ച് തെറ്റിപ്പോയി എന്ന് പറഞ്ഞാലും നമ്മുടെ വായിൽ നിന്ന് പോയ വാക്കുകൾ അനേക മുറിവുകൾ അല്ലെങ്കിൽ അനേക ഡാമേജുകൾ ഉണ്ടാക്കി കഴിഞ്ഞ് പോയിരിക്കും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം. അതുകൊണ്ട് നമ്മുടെ നാവിനെ സൂക്ഷിക്കുവാൻ, നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കുവാൻ ഒക്കെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ജ്ഞാനമുള്ള സ്ത്രീയെ കുറിച്ച് പറയുന്നത്, അവൾ നല്ല മനോഭാവം ഉള്ളവളായിരിക്കും, ഗുഡ് ആറ്റിറ്റ്യൂഡ്. ഒരു ഭവനത്തില് അവിടുത്തെ സ്ത്രീയുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനോഭാവം എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതില് ഒരു ജ്ഞാനമുള്ള സ്ത്രീയുടെ ഭവനവും ഭോഷത്വമായവളുടെ ഭവനവും തമ്മിൽ വളരെ വ്യത്യാസം ഉണ്ടായിരിക്കും. ജ്ഞാനമുള്ള സ്ത്രീയെ കുറിച്ച് പറയുന്ന, അവള് ദൈവഭക്തയാണ്, എല്ലാ കാര്യങ്ങളെയും ദൈവത്തിൽ ആശ്രയിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവളാണ്, അവൾക്കൊരു താഴ്മയുടെ മനോഭാവം ഉള്ളവളായിരിക്കും. എന്നാൽ ഭോഷത്വമായിരിക്കുന്ന സ്ത്രീയെ കുറിച്ച് പറയുന്നത്, അവളൊരു ദൈവഭക്തയല്ല, അവൾക്ക് ദൈവാശ്രയം ഇല്ല, അവള് എല്ലാം തന്നെ ആശ്രയിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ കഴിവില്, എൻ്റെ പണത്തിന്റെ ഉള്ളില് എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ അവൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്തയില്ല, ദൈവം എല്ലാം നടത്തി തരും എന്നുള്ള ഒരു ചിന്ത അവൾക്കില്ല. ഞാൻ എന്നെ കൊണ്ട് സാധിക്കും. ഈ സാധിക്കാതെ ഇരിക്കുന്ന സമയങ്ങളിൽ അവള് വളരെ നിരാശയിലേക്ക് പോകുന്നതായിട്ട് കാണുന്നു. ഹമ്പിൾ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, മനോഭാവം അവൾക്ക് ഉണ്ടായിരിക്കില്ല. മറിച്ച് ഞാൻ ചെയ്യും, ഞാൻ എന്നുള്ള ഒരു ചിന്ത, മനോഭാവമായിരിക്കും അവൾക്കുണ്ടായിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണോ അതാണ് നമ്മുടെ ഭവനത്തിന്റെയും ആറ്റിറ്റ്യൂഡായിട്ട് വരാൻ പോകുന്നത്. ഒരു നല്ല മനോഭാവമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളും ആ മനോഭാവത്തിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. അബീഗയിലിനെ കുറിച്ച് പറയുന്ന, അവളൊരു വളരെ ഹമ്പിളായിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു. അവളുടെ ആ മനോഭാവം അവളുടെ ഭവനത്തെ രക്ഷിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ കാലേബിനെ കുറിച്ചും യോശുവയെ കുറിച്ചും നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, അവര് കനാൻ ദേശം ഉറ്റുനോക്കാൻ പോയിട്ട് വന്ന സമയത്ത് അവരെ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും അത് നമുക്ക് ലഭിക്കില്ല, അത് വളരെ ദുഷ്കരമാണ്, അത് നമുക്ക് ആക്രമിച്ച് നേടിയെടുക്കാൻ സാധിക്കുകയില്ല, അത് നമുക്ക് വളരെ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും എന്ന് പറഞ്ഞു. എന്നാൽ കാലേബ് യോശുവയും പറഞ്ഞത് അങ്ങനെയല്ല, അത് സാഹചര്യങ്ങളൊക്കെ അതുപോലെ തന്നെയാണ്, അവർ മല്ലന്മാരാണ്,
ദുഷ്കര എല്ലാം ശരിയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവകൃപയിൽ ചാരുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നമ്മളൊരു നല്ല മനോഭാവമുള്ള ഒരു വ്യക്തിയായിരിക്കും. ആ മനോഭാവം തന്നെയായിരിക്കും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കും നമ്മുടെ ഭവനത്തിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ക്ഷമിക്കുന്ന ഒരു മനോഭാവം, കരുണ കാണിക്കുന്ന ഒരു മനോഭാവം ഒക്കെ ഒരു അമ്മയുടെ അല്ലെങ്കിൽ ഒരു ആ ഭവനത്തിലെ സ്ത്രീക്ക് ഉണ്ടെങ്കിൽ ആ ഒരു മനോഭാവം ആയിരിക്കും ആ കുടുംബത്തിന്റെയും മനോഭാവം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു മദ്യപനായിരിക്കുന്ന അല്ലെങ്കിൽ വളരെ ദുഷ്ടനായിരിക്കുന്ന ഒരു പിതാവ്, എന്നാൽ അവിടെ അമ്മ വളരെ ഭക്തിയും ദൈവാശ്രയമുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക്, അവരുടെ മക്കൾക്ക് അവരും വളരെ ദൈവാശ്രയവും പ്രാർത്ഥനയും ഒക്കെയുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞുങ്ങളായിട്ട് അവർ വളരും. കാരണം അമ്മയുടെ സ്വാധീനം അത്രമേലെ മക്കൾക്ക് ഉണ്ടാകും എന്ന് നമുക്ക് അതിൽ നിന്നൊക്കെ കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഒരമ്മ എല്ലാത്തിനും കംപ്ലൈൻറ്റ് ചെയ്യുന്ന, പരാതി പറയുന്ന ഒരു അമ്മയാണെങ്കിൽ ആ മക്കളും എന്ത് ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളാണ് എല്ലാത്തിനും പരാതി പറയുകയും റോങ് ആയിട്ടുള്ള തെറ്റായിരിക്കുന്ന മനോഭാവം സൂക്ഷിക്കുന്നവരുമായിട്ട് തീരും. അപ്പോൾ ഒരു ഭവനം പണിയുന്നതിൽ ഒരു അമ്മയ്ക്ക് എത്ര വലിയ പ്രാധാന്യമാണ് ഉള്ളത് എന്ന് നമുക്ക് ചിന്തിക്കാം. അതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, എന്നെ നയിക്കണമേ, എന്നെ ഒരു നല്ല മനോഭാവം ഉള്ളവളാക്കി തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ജ്ഞാനമുള്ള ഒരു സഹോദരിയെ കുറിച്ച് പറയുന്നത്, അവള് തൻ്റെ മക്കളെ, തൻ്റെ ഭവനത്തിന്റെ പണിതെടുക്കുന്ന തൻ്റെ ഉത്തരവാദിത്തങ്ങള് അവള് ചെയ്തുകൊണ്ടാണ്. നമുക്കറിയാം, വിവാഹം ഒക്കെ നടത്തി കൊടുക്കുന്ന ശുശ്രൂഷ ചെയ്യുന്ന സഹോദരന്മാര് പറയുന്നുണ്ട്, കുടുംബത്തിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളോടും കടപ്പാടുകളോടും കൂടെ നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ആക്കി വെച്ചിരിക്കുന്നെന്ന് പറയും. ഒരു കുടുംബത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ദൈവം തരുന്നുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ ശാരീരികമായിട്ട് അധ്വാനിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അതിന് അധ്വാനിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഭവനത്തെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ ജോലികളെ, നമ്മുടെ കർത്തവ്യങ്ങളെ നമ്മൾ നെഗ്ലക്ട് ചെയ്ത്, ഒരു ഭാര്യ ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ, മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ, മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ സമയാസമയങ്ങൾ ചെയ്തു കൊടുക്കണം. നമുക്ക് കഴിവും പ്രാപ്തിയൊക്കെ കുറവാണ്, അല്ലെങ്കിൽ ശാരീരികമായിരിക്കുന്ന ആരോഗ്യം കുറവാണെന്ന് വന്നാലും നമ്മളാലാകുന്നത് പോലെ, ദൈവത്തിന്റെ വചനത്തില് കർത്താവ് പറഞ്ഞു, അവൾ തന്നാലാവത് ചെയ്തു എന്ന് പറഞ്ഞ പോലെ നമ്മളെ കൊണ്ടാവുന്നത് പോലെ നമ്മുടെ ലെവൽ ബെസ്റ്റ് നമ്മൾ ചെയ്ത് നമ്മുടെ ഭവനത്തിന് വേണ്ടി നമ്മൾ അധ്വാനം കഴിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഭവനം അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനമായിട്ട് തീരും. എന്നാൽ അവിടെ അധ്വാനിക്കാനായിട്ട് ആരുമില്ല. ഭർത്താവ് വരുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നില്ല, വീട് വൃത്തിയാക്കുന്നില്ല, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ വൃത്തിയായിട്ട് നടത്തുന്നില്ല, സൂക്ഷിക്കുന്നില്ല, അവർക്ക് സമയാസമയങ്ങളിൽ ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നില്ല എങ്കിൽ അത് പോഷത്വമായ ഒരു സ്ത്രീയുടെ പ്രത്യേകതകളാണ്. കാരണം ആ ഭവനം എന്നും അനുഗ്രഹിക്കപ്പെടാതെ, കൃപയില്ലാതെ, ജീവനില്ലാത്ത ഒരു ഭവനമായിട്ട് ഇരിക്കുള്ളൂ. നമ്മുടെ ഭവനത്തില് ഭർത്താവിനും മക്കൾക്കും ഒക്കെ സമയാസമയങ്ങളിൽ ആഹാരം ഉണ്ടാക്കിയിട്ട്, അതും ഹെൽത്തി ആയിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ള ആഹാരം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതൊന്നും നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് പോകരുത്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഭവനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. പരിപാലിക്കുന്ന ഒരു തോട്ടം അത് സുന്ദരമായിട്ടിരിക്കുന്ന, പരിപാലിക്കാത്ത തോട്ടം അത് എപ്പോഴും കാട് കയറി അത് കാണുന്നത് തന്നെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ഭവനങ്ങൾ, നമുക്ക് തന്നിരിക്കുന്ന വീടുകൾ, നമ്മൾ പാർക്കുന്ന വീടുകൾ അടുക്കും ചിട്ടയോടും വൃത്തിയോടും വെടിപ്പോടും കൂടെ നമ്മൾ സൂക്ഷിക്കുന്നെങ്കിൽ നമുക്ക് അതൊക്കെ ഒരു ജ്ഞാനമുള്ള ഒരു സ്ത്രീയുടെ ഗുണങ്ങളാണ്. ആ പരിശ്രമിക്കാനായിട്ടുള്ള ഒരു സ്ത്രീയുടെ ലക്ഷണങ്ങളാണത്. അവളുടെ ഭവനം വൃത്തിയുള്ളതായിരിക്കും, അവളുടെ ഭവനത്തിന് വേണ്ടി അധ്വാനിക്കാൻ അവൾ മനസ്സുള്ളവളായിട്ടായിരിക്കും. പൂർണ്ണമായ മനസ്സോടെ അതൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ ഭവനം എന്ന് പറഞ്ഞാൽ ബന്ധങ്ങളുടെ ഇടമാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, അപ്പനും മക്കളും തമ്മിൽ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, അതുപോലെ ഇൻലോസ് ആയിട്ടുള്ള ബന്ധം, ഇതൊക്കെ ഉണ്ട്. ആ ബന്ധങ്ങളെ
അതിൻ്റെ ഇഴകൾ അറ്റുപോകാതെ സൂക്ഷിക്കാനായിട്ട് അവിടുത്തെ സ്ത്രീകൾക്കാണ് സാധിക്കുന്നത്. അവരോട് നമ്മൾ ആദ്യം ചിന്തിച്ച പോലെ സ്നേഹപൂർണമായ വാക്കുകൾ. നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഭവനം എന്ന് പറയുന്നത് ഭർത്താവിന് ആശ്വാസം കിട്ടേണ്ട ഒരു സ്ഥലമാണ്, ഭാര്യയ്ക്ക് ആശ്വാസം കിട്ടേണ്ട ഒരു സ്ഥലമാണ്, മക്കൾക്ക് ആശ്വാസം കിട്ടേണ്ട ഒരു സ്ഥലമാണ്, മാതാപിതാക്കൾക്ക്, അമ്മായിയപ്പനായിക്കോട്ടെ അമ്മായിയമ്മ ആയിക്കോട്ടെ സഹോദരങ്ങളായിക്കോട്ടെ, അവർക്കൊക്കെ ആശ്വാസം കിട്ടേണ്ട ഇടമാണ് ഭവനം എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് എനിക്ക് എൻ്റെ വീട്ടിലൊരു സ്വസ്ഥതയില്ല, സന്തോഷമില്ല എന്നാണ്. അങ്ങനെ നമ്മളെപ്പോഴും നമ്മളിലേക്ക് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നാൽ മാത്രം പോരാ. എൻ്റെ ഭർത്താവിന് ഞങ്ങളുടെ ഭവനത്തിൽ സന്തോഷമുണ്ടോ, നമ്മളെപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. അതുപോലെ മക്കൾക്ക് സന്തോഷമുണ്ടോ, ഇല്ലെങ്കിൽ അതിൻ്റെ കുറവുകൾ എന്താണ്, എൻ്റെ ഭാഗത്തു നിന്നുള്ള കുറവുകളാണെങ്കിൽ അത് ഞാൻ തിരുത്താനായിട്ട് തയ്യാറാകണം. എങ്കിൽ മാത്രമേ നമ്മുടെ ബന്ധങ്ങൾ സൂക്ഷിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരിക്കല് ഞാനിങ്ങനെ ഒരു പുസ്തകം വായിച്ചപ്പോൾ അതിലൊരമ്മ, ഒരു ശുശ്രൂഷക്കാരനായിരിക്കുന്ന ഒരു മകൻ തൻ്റെ ഭവനത്തെക്കുറിച്ച് പറഞ്ഞത്, അവർ 5 മക്കളായിരുന്നു. അവരുടെ അപ്പൻ വളരെ വലിയൊരു മദ്യപാനിയായിരുന്നു. എന്നാൽ മുതിർന്ന ആദ്യത്തെ മക്കള് ഒക്കെ മുതിർന്ന് കഴിഞ്ഞപ്പോൾ അപ്പൻ്റെ ഈ ഉത്തരവാദിത്തമില്ലായ്മയൊക്കെ കണ്ട് അമ്മയോട് അപ്പനെ കുറിച്ച് വിമർശിക്കാനും അപ്പനെ കുറിച്ച് ദോഷമായിട്ട് പറയാനൊക്കെ തുടങ്ങിയ സമയത്ത് അമ്മ അവരോട് പറഞ്ഞു, അപ്പൻ മദ്യപാനിയാണ്, സത്യമാണ്, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നില്ല, സത്യമാണ്, എന്നാൽ നിങ്ങൾക്ക് അപ്പനെ കുറിച്ച് അങ്ങനെ പറയാനായിട്ട് അനുവാദമില്ല. കാരണം അത് നിങ്ങളുടെ അപ്പനാണ്. അപ്പനെ അപ്പനായിട്ട് കാണണം. കുറവുകളൊക്കെ ഉണ്ടാകും. ഏത് മനുഷ്യന്റെയും ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാകും. എന്നാൽ അപ്പനെ അപ്പനായിട്ട് കാണണം. അദ്ദേഹത്തെ വിമർശിക്കാനായിട്ട് നിങ്ങൾക്ക് അനുവാദമില്ല എന്ന് പറഞ്ഞ് അമ്മ ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും ഞങ്ങളെ ഒരിക്കലും അതിനെ അനുവദിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഈ ആത്മീയ ശുശ്രൂഷയിൽ വന്നിരിക്കുന്നത്. ഞങ്ങളൊക്കെ ആ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ടതായി തീർന്നത് എന്ന് ഒരു ദൈവദാസൻ തൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് കാണും. അപ്പോ സത്യമാണ്, മദ്യപാനിയാണ്, കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നോക്കുന്നില്ല, അതിൻ്റെയൊക്കെ ഭാരം ആ അമ്മയുടെ ചുമലിലുണ്ടാകും. എന്നാൽ ആ അമ്മ സുബോധമുള്ള ഒരു വ്യക്തിയായിരുന്നു. കാരണം ഭർത്താവാണ്, കുഞ്ഞുങ്ങളുടെ അപ്പനാണ്. അവരെ അങ്ങനെ അപ്പനെ വിമർശിക്കാനും അപ്പനെ കുറ്റം പറയാനും അപ്പനെതിരെ സംസാരിക്കാനും ഒക്കെ അവരെ അനുവദിച്ചാൽ അവര് ആൺമക്കളാണ്, അവർ അപ്പനെതിരെ തിരിയും, അവരപ്പനെ പോലെ ആയി തീരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ താൻ ഒരിക്കലും അതിനെ അനുവദിച്ചില്ല. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അവര് നല്ല നിലയിലേക്ക് വന്നു. അപ്പൊ നമ്മള് ബന്ധങ്ങളെ സൂക്ഷിക്കുന്നതിൽ നമ്മുടെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അമ്മയ്ക്ക് അതിനൊക്കെയുള്ള ഒരു സ്വാധീനം ദൈവം വെച്ചിട്ടുണ്ട്. ജ്ഞാനമുള്ള ഒരു സഹോദരി തൻ്റെ ഭവനം പണിയുന്നത് തൻ്റെ പ്രാർത്ഥനയിലൂടെയാണ്. അവൾ തൻ്റെ ഭവനത്തില് തൻ്റെ പ്രാർത്ഥന വഴി ഒരു പ്രാർത്ഥനാ കോട്ട ഉണ്ടാക്കുന്നു. അത് അവളുടെ ഭവനത്തെ ദുഷ്ടശക്തികളിൽ നിന്ന് ഭവനത്തെ കാക്കുന്നു. അപ്പോൾ ഏതൊരു ജ്ഞാനമുള്ള സഹോദരിയെ സംബന്ധിച്ചും അവളുടെ ദൈവാശ്രയവും പ്രാർത്ഥനയുമാണ് അവളുടെ ഭവനത്തെ പണിതെടുക്കുന്നത്. നമ്മൾ മുന്നമേ ചിന്തിച്ച പല കാര്യങ്ങൾ, അവളുടെ വാക്കുകളാകട്ടെ പ്രവൃത്തികളാകട്ടെ, അതൊക്കെ അവളുടെ ഭവനത്തിന് ഗുണകരമായി തീരുന്നത് അവളുടെ ഈ ദൈവാശ്രയം മുഖാന്തരം തന്നെയാണ്. ഭർത്താവോ മക്കളോ ഉണരുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ ഇരിക്കുകയും കുടുംബത്തിന്റെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയാണ് അവള്. കുടുംബാംഗങ്ങളുടെ തിരുത്തപ്പെടേണ്ടതായ കാര്യങ്ങൾ അവൾ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നു. ഒരു പക്ഷേ ഭർത്താവിന്റെ ജീവിതത്തിൽ ശരിയല്ല എന്ന് തോന്നുന്ന തിരുത്തപ്പെടേണ്ടതായ കാര്യങ്ങൾ ഉണ്ടാകുമായിരിക്കാം. അത് ഭാര്യയ്ക്ക് അറിയായിരിക്കാം. എന്നാൽ തനിക്ക് നേരിട്ട് പറഞ്ഞാൽ അത് പക്ഷെ ഗുണത്തെക്കാൾ ദോഷമായി തീരാനുള്ള സാധ്യതയാണുള്ളത്. എന്നാൽ ജ്ഞാനമുള്ള ഒരു സ്ത്രീയെ കുറിച്ച് പറയുമ്പോൾ അവൾ അത് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരും. കർത്താവിന്റെ സന്നിധിയിൽ തൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് അവളത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്നോട് ഇടപെടുകയും തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച് തന്നെ ഒരു ശരിയായ തിരുത്തലിന്റെ അനുഭവത്തിലേക്കൊക്കെ ദൈവം കൊണ്ടുവരുന്നു. അതുപോലെ മക്കളുടെ ജീവിതത്തിലും നമുക്കൊരു പക്ഷേ മക്കളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ അവർ സമ്മതിച്ചു എന്ന് വരികയില്ല, അവരനുസരിച്ചു എന്ന് വരികയില്ല. എന്നാൽ അവരുടെ ജീവിതത്തിൽ അവര് തിരുത്തേണ്ടതായ കാര്യങ്ങളാണ്, തിരുത്തേണ്ട മേഖലകളാണ്, അല്ലെങ്കിൽ അവര് ആ നിലയിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് മനസ്സിലാക്കുന്ന ഒരമ്മ
തന്റെ മക്കൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ദൈവം അവരോട് ഇടപെടും എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സെയിന്റ് അഗസ്റ്റിനെ കുറിച്ച് പറയുന്നത്, അഗസ്റ്റിൻ വളരെ കുത്തഴിഞ്ഞ ഇമ്മോറലായിട്ട് ജീവിച്ചൊരു വ്യക്തിയായിരുന്നു. തൻ്റെ അമ്മയുടെ സങ്കടം കണ്ട് ബിഷപ്പ് അംബ്രോസ് എന്ന് പറയുന്ന ദൈവദാസൻ ആ അമ്മയോട് പറഞ്ഞു, ഒരമ്മയുടെ കണ്ണുനീരിനെ മറികടന്നു പോകുന്നവനല്ല ദൈവം എന്ന വാക്കുകൾ തനിക്ക് പ്രചോദനമായി. ആ അമ്മ തൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിച്ചു. അഗസ്റ്റിൻ, സെന്റ് അഗസ്റ്റിൻ എന്ന പേരിൽ അറിയപ്പെടാൻ തക്കവണ്ണം തൻ്റെ ജീവിതത്തിൽ രൂപാന്തരം വന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ആറെ ടോറി എന്ന് പറയുന്ന ഒരു വലിയ പ്രാർത്ഥനാ മനുഷ്യനുണ്ടായിരുന്നു. എന്നാൽ ആ മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞത് വളരെ കുത്തഴിഞ്ഞൊരു ജീവിതമായിരുന്നു. എന്നാൽ അവനെ ആ കുത്തഴിഞ്ഞ ജീവിതത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവന്നത് ഈ ആറെ ടോറിയുടെ അമ്മയുടെ നിരന്തരമായ രാത്രി യാമങ്ങളിലൊക്കെയുള്ള പ്രാർത്ഥനയാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മുടെ മക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിന് വേണ്ടി, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മുടെ ഭവനത്തിലുള്ളവർക്ക് വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവം നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു നല്ല പ്രാർത്ഥന ജീവിതം ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ ഭവനത്തെ പണിതുയർത്തുന്നതിന് നല്ലതാണ്. ദരിദ്രയായ ഒരു അമ്മ തൻ്റെ ദാരിദ്ര്യവും കടങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അവൾ ഒരിക്കലും തൻ്റെ പ്രാർത്ഥന ഉപേക്ഷിച്ചില്ല. ദൈവം അവരെ പിന്നീട് അനുഗ്രഹിച്ചു. ഞങ്ങളുടെ അമ്മയുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ വിജയത്തിന്റെ രഹസ്യമെന്ന് അവരുടെ മക്കള് പിന്നീട് അതിനെക്കുറിച്ച് സാക്ഷീകരിക്കാനായിട്ട് ഇടയായി. നമ്മള് മടുത്തു പോകാതെ നമ്മൾ ആദ്യം ചിന്തിച്ചു, കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉത്കൃഷ്ടമായിരിക്കുന്ന ചിന്തകള്, ദിശാബോധത്തോടെ ഉത്തമമായിരിക്കുന്ന മാർഗങ്ങളെ വെച്ച് കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു വ്യക്തി അവള് നേടിയെടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ഉത്തമമായിരിക്കുന്ന മാർഗമാണ് നമ്മുടെ കുടുംബത്തെ പണിതെടുക്കുവാൻ. അതുകൊണ്ട് ആ മാർഗങ്ങള് സ്വീകരിച്ച് നമ്മുടെ ഭവനങ്ങളെ പണിയുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതുപോലെ നമ്മുടെ ഭർത്താവിന് വേണ്ടിയിട്ട് ഭർത്താവിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത്, നമ്മെ സ്നേഹിക്കാൻ, ഭാര്യയെ സ്നേഹിക്കുവാൻ, കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാൻ, സാമ്പത്തിക അച്ചടക്കം സൂക്ഷിക്കാൻ, അത് ഭർത്താവിനെ കുറിച്ച് എന്തെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അതെല്ലാം ദൈവസന്നിധിയിലേക്ക് നമ്മൾ കൊണ്ടുവരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അതിനൊക്കെയുള്ള കൃപ അവർക്ക് ഭർത്താവിന് ദൈവം കൊടുക്കും. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ നമ്മുടെ ഭർത്താവോ മക്കളോ നമ്മളോ കുടുംബത്തിലുള്ള ആരുമോ പാപത്തിന്റെ പ്രലോഭനങ്ങളിൽ വീണു പോകാതിരിക്കാൻ ദൈവസന്നിധിയിൽ ഇരിക്കുക. ഒരു അമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബം പാപത്തിന്റെ പ്രലോഭനങ്ങളിൽ വീണു പോകാതെ അനർത്ഥങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഒക്കെ ദൈവം അവരെ വിടുവിച്ച് സൂക്ഷിക്കും. അതുപോലെ മക്കളെ സംബന്ധിച്ച് അമ്മയുടെ പ്രാർത്ഥനയാണ് അവരുടെ വഴികളെ നേരെയാക്കുന്നതും ഒക്കെ. മക്കളുടെ ധാർമ്മിക വിശുദ്ധിക്ക് വേണ്ടിയിട്ട് അവരെ ഉപദേശിക്കുകയും അതുപോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമ്മളെ കാണുന്നുണ്ട്, സദൃശവാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് അമ്മയുടെ ഉപദേശവും അപ്പന്റെ പ്രബോധനം എന്ന് പറയുന്നത്. ഒരമ്മയുടെ ഉപദേശം കുഞ്ഞുങ്ങൾക്ക് വളരെ വിലയേറിയതാണ്. ധാർമ്മിക വിശുദ്ധിയെക്കുറിച്ചും അതുപോലെ സ്വഭാവശുദ്ധിയെക്കുറിച്ചും ഒക്കെ അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം അമ്മമാർക്കാണ്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൻ്റെ ആവശ്യമാണ്. സത്യവും നേരും പഠിപ്പിക്കുന്ന അമ്മമാരാണ്. അത് പ്രാർത്ഥനയിലും നമ്മുടെ മക്കള് സത്യമുള്ളവരായി നേരുള്ളവരായിട്ട് തീരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അവര് വിവേകമുള്ളവര് സുബോധമുള്ളവരായിട്ട് തീരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ വചനം കേൾക്കുവാനും വചനം അവരുടെ ഹൃദയങ്ങളോട് ഇടപെടാനും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മക്കള് ലോകത്തോട് അനുരൂപപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. കാരണം അവര് നമ്മുടെ അടുത്തുനിന്ന് പഠനത്തിനായിട്ടോ ജോലിക്കായിട്ടോ ഒക്കെ മാറിപ്പോവും. അവിശ്വാസികളായിരിക്കുന്ന ആളുകളോടുകൂടെ ഒക്കെ ആയിരിക്കും അവർ പക്ഷേ ജീവിക്കുന്നത്. എന്നാൽ ഒരമ്മയുടെ പ്രാർത്ഥന ലോകത്തോട് അനുരൂപപ്പെട്ടു പോകരുത്, കുഞ്ഞുങ്ങളെ പ്രത്യേകം സംരക്ഷിച്ചു കൊള്ളണമേ എന്നുള്ള ഒരമ്മയുടെ പ്രാർത്ഥന നമ്മൾ ആദ്യം ചിന്തിച്ചു പോലെ ഒരു വലിയ കോട്ട പോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചു കൊള്ളും. അതുപോലെ ഒക്കെ നല്ല ഫ്രണ്ട്സിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം.
അതുപോലെ നമുക്കറിയാം ഫ്രണ്ട്സിന്റെ ഒരു സ്വാധീനം, പിയർ പ്രഷർ എന്ന് പറയും. ആ പിയർ പ്രഷർ എന്ന് പറയുന്നത് അതൊരു വലിയ പ്രഷർ തന്നെയാണ്. ടീനേജിലും അതുപോലെ ഒക്കെ മുതിർന്നു വന്ന കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അതൊക്കെ നമുക്ക് അനുഭവിച്ചവർക്ക് അത് അറിയാം. അതിനെയൊക്കെ ആ പിയർ പ്രഷറിനെയൊക്കെ അതിജീവിച്ച് പോകുക എന്ന് പറയുന്നത് ഒരമ്മയുടെ പ്രാർത്ഥന അതിന് വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം അതുപോലെയുള്ള സ്വാധീനങ്ങളാണ് കൂട്ടുകാരിൽ നിന്നുണ്ടാകുന്നത്. അങ്ങനെയുള്ള സമയങ്ങളിൽ നോ പറയേണ്ട സമയങ്ങളിൽ നോ പറയാനായിട്ട് അവർക്ക് കൃപ കിട്ടണമെങ്കിൽ അവർക്കൊരു പ്രാർത്ഥന പിൻബലം ആവശ്യമാണ്. അതുകൊണ്ട് ഒരമ്മയുടെ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യണം. ജ്ഞാനമുള്ള ഒരു സ്ത്രീ തൻ്റെ മക്കളെ ട്രെയിൻ ചെയ്യും. യോക്കേബേദ് ട്രെയിൻ ചെയ്തു അല്ലെ. യോക്കേബേദ് ഒരു അടിമയായിരിക്കുന്ന ഒരു അടിമയുടെ അന്തരീക്ഷത്തിലാണ് അവള് തൻ്റെ ഒരു അടിമ എന്ന നിലയിൽ അങ്ങനെയുള്ള ഒരു ഭവനാന്തരീക്ഷമാണ്. അവൾക്ക് ഒത്തിരി സുഖ സൗകര്യങ്ങളൊന്നും ഇല്ല, സാഹചര്യങ്ങളൊക്കെ വളരെ പരിമിതമാണ്. എന്നാൽ യോക്കേബേദ് തൻ്റെ മകനെ ട്രെയിൻ ചെയ്തതായിട്ട് നമ്മൾ നോക്കുമ്പോൾ അവള് തൻ്റെ മകനെ യോക്കേബേദിന്റെ അടുത്ത് നിന്ന് തൻ്റെ മകൻ പോയത് രാജകൊട്ടാരത്തിലേക്കാണ്. നമുക്കറിയാം വളരെ ഫോർമാലിറ്റീസും മാനേഴ്സും ഒക്കെ ആവശ്യം വേണ്ട ഒരിടമാണ് രാജാവിന്റെ കൊട്ടാരം. എന്നാൽ യോക്കേബേദ് വളർത്തിയ മകന് ആ കൊട്ടാരത്തിൽ പോയി താമസിക്കാൻ ഒന്നും ഒരു ബുദ്ധിമുട്ടും വന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം എന്താന്ന് ചോദിച്ചാൽ യോക്കേബേദ് ഒരു വിവേകമുള്ള ജ്ഞാനമുള്ള ഒരു സ്ത്രീയായിരുന്നു. അവൾ തൻ്റെ മകന് മാനേഴ്സ് പഠിപ്പിച്ചു, പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു, സംസാരിക്കേണ്ടുന്ന വിധം പഠിപ്പിച്ചു. അതൊക്കെ പഠിപ്പിച്ചാണ് അവള് തൻ്റെ മകനെ വിട്ടത്. എത്ര വയസ്സിലാണ് വിട്ടതെന്നൊന്നും എനിക്കറിയില്ല, എങ്കിലും വളരെ വലിയ പ്രായം ആയിട്ടായിരിക്കില്ല, എങ്കിലും പഠിപ്പിക്കാനുള്ളതൊക്കെ പഠിപ്പിച്ചു. അത് എവിടെ നിന്നാണ് യോക്കേബേദിനെയും ഇതൊക്കെയും പഠിപ്പിക്കാനുള്ള പരിജ്ഞാനം കിട്ടിയത്? അവള് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് തന്നെയാണ്. നമ്മൾ ദൈവവചനം ശ്രദ്ധിക്കുകയും ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഗ്രഹിക്കുകയും ചെയ്താൽ നമ്മളെ മുന്നമേ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് ദൈവ പരിജ്ഞാനം കിട്ടും. അപ്പൊ നമ്മൾക്ക് പരിജ്ഞാനം, നമ്മൾ ഈ വചനം കേൾക്കുകയും നമ്മളെ സഹോദരിമാരൊക്കെ പഠിപ്പിക്കുകയും പറഞ്ഞു തരികയും ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ കേൾക്കുന്ന കാര്യങ്ങൾ ഹൃദയത്തെ സംഗ്രഹിച്ചാൽ നമുക്ക് നമ്മുടെ മക്കളെ ജ്ഞാനത്തോടെ വളർത്തിയെടുക്കാനും, നമ്മൾ ആദ്യം ചിന്തിച്ചു ജ്ഞാനമുള്ള ഒരു സ്ത്രീക്ക് ആരംഭത്തിൽ തന്നെ അവസാനം കാണാനൊരു കഴിവുണ്ടെന്ന് പറഞ്ഞു. ഒരു കുഞ്ഞിനെ നമ്മുടെ കയ്യിലേക്ക് തരുമ്പോൾ ഈ കുഞ്ഞ് കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ആ കുഞ്ഞും മോശ പോയതുപോലെ പ്രമുഖരായിരിക്കുന്ന അല്ലെങ്കിൽ മറ്റനേകം മനുഷ്യരുടെ മുമ്പാകെ അവരോട് കൂടെ നിൽക്കേണ്ട ആളാണ്. മറ്റാളുകളോട് കൂടെ പെരുമാറേണ്ട ആളുകളാണ്. അവരെ ഞാൻ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കും. നമ്മൾ അവരെ മാനേഴ്സ് പഠിപ്പിക്കണം, അവരെ ഡിസിപ്ലിൻ ചെയ്യണം, അവരെ അച്ചടക്കം പഠിപ്പിക്കണം, വൃത്തി പഠിപ്പിക്കണം. ഇതെല്ലാം നമുക്ക് എത്രത്തോളം പഠിപ്പിക്കാനായിട്ട് സാധിക്കുന്നറിയില്ല. നമുക്ക് ദൈവം തന്ന കഴിവിനൊത്തവണ്ണം, ദൈവം നമുക്ക് തന്ന കൃപയ്ക്കൊത്തവണ്ണം നമ്മളാലാകുന്നത് പോലെ, നമ്മളെ ഒരാൾ ചെയ്തത് പോലെ നീ എന്തിയെ ചെയ്യാത്തതെന്ന് ഒരിക്കലും കർത്താവ് നമ്മളോട് ചോദിക്കില്ല. മറിച്ച് കർത്താവ് ആ ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്ന അവൾ തന്നാലാവത് ചെയ്തു. നമുക്ക് തന്നിരിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം, നമുക്ക് തന്നിരിക്കുന്ന കഴിവിനൊത്തവണ്ണം, നമുക്ക് തന്നിരിക്കുന്ന മക്കളെ ട്രെയിൻ ചെയ്യുവാൻ അവരാർക്കും ഒരു ശല്യമായി ഭാരമായിട്ട് തീരാതെ അവരവരുടെ കാര്യങ്ങൾ ഏറ്റവും കൃപയോടെ ജ്ഞാനത്തോടെ വിവേകത്തോടെ ചെയ്യുവാൻ തക്കവണ്ണം പ്രാപ്തരാക്കി അവരെ നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. നമ്മുടെ അടുക്കൽ ഒരുപക്ഷെ അവർ 17 വയസ്സോ 18 വയസ്സോ വരെയൊക്കെ ഉണ്ടാകുള്ളൂ. അതിനുശേഷം അവര് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകും. എന്നാൽ ആ അതുവരെയുള്ള സമയങ്ങൾ ധാരാളം മതി നമുക്ക് വളർത്തിയാണ്. യോക്കേബേദിന് കുറച്ച് നാളുകളെ തൻ്റെ കൈവശം തൻ്റെ കുഞ്ഞുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവൾ വളരെ നല്ല നിലയിൽ തൻ്റെ മകനെ വളർത്തി ഒരു രാജകൊട്ടാരത്തിലെ രാജാവിനോടും മറ്റുള്ളവരോടും കൂടെ ഇരുന്ന് തക്കവണ്ണം അവള് തൻ്റെ മകനെ പ്രാപ്തിപ്പെടുത്തിയെടുത്ത്. അപ്പോൾ ഒരു ജ്ഞാനമുള്ള സ്ത്രീക്ക് ഇതൊക്കെ സാധിക്കും. നമുക്ക് തന്നിരിക്കുന്ന ഭവനങ്ങളെ കർത്താവിനായിട്ട് പണിയുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. എന്നാൽ നമ്മുടെ ഹൃദയത്തോട് പറ്റിയിരിക്കുന്ന ഭോഷത്വം നമ്മുടെ ഭവനങ്ങളെ നശിപ്പിച്ചു കളയാൻ ഒരിക്കലും ഇടവരാതിരിക്കട്ടെ. നമ്മുടെ ഹൃദയത്തിന്റെ ഭോഷത്വം മാറ്റിക്കളയുവാൻ ദൈവത്തിന്റെ വചനം മതി.
നമ്മുടെ ഹൃദയത്തെ നമ്മൾ ഡിസിപ്ലിൻ ചെയ്യുന്നുവെങ്കിൽ, വചനം കേട്ട് നമ്മൾ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദോഷത്തിൽ നീങ്ങി നമ്മൾ ജ്ഞാനമുള്ളവരായിട്ട് തീരും. അതുകൊണ്ട് ജ്ഞാനമുള്ളവരായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഭവനങ്ങളെ പണിയുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. എന്നെയും എന്നെ കേൾക്കുന്ന ഓരോ സഹോദരിമാരെയും ദൈവം സഹായിക്കട്ടെ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. എനിക്കിങ്ങനെ അവസരം തന്ന കർത്താവിന് നന്ദി പറയുന്നു. പ്രിയ സഹോദരിമാർക്ക് നന്ദി പറയുന്നു. ദൈവനാമത്തിന് മാത്രം. വളരെ മനോഹരമായ ഫലപ്രദമായ ഒരു സന്ദേശമാണ് പ്രിയപ്പെട്ട ഡേസി സഹോദരിയിലൂടെ നമുക്ക് ലഭിച്ചത്. ഹൃദയത്തിൽ നിന്നും പ്രത്യേക നന്ദി ഈ സമയത്ത് ഡേസി സഹോദരി അറിയിക്കുകയാണ്. വളരെ മനോഹരമായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് കാര്യങ്ങൾ നമ്മളോട് വിശദീകരിച്ചു തന്നത്. പൊതുവെ ഇങ്ങനെ പറയാറുണ്ട്, men make roads but women make homes. എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് ഭവനം പണിയുവാനായിട്ട് സാധിക്കുന്നത് എന്ന് സഹോദരിയിലൂടെ നമുക്ക് ശ്രമിക്കുവാനായിട്ട് സാധിച്ചു. അതിനായിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യം ദൈവവചനത്തിനുള്ള പരിജ്ഞാനമാണ്. സഹോദരിമാരായ നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ വലുതാണ്. കുഞ്ഞുങ്ങളെ വളർത്തുക, ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കുക എന്നൊക്കെയുള്ള ദൗത്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഭവനം നിർമ്മിക്കുന്നതിനായിട്ട് നമുക്ക് വളരെയധികം ജ്ഞാനം ആവശ്യമുണ്ട്. യഹോവ ഭക്തി ദൈവവചനത്തിന്റെ ആരംഭമാകുന്നു എന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു. യോക്കേബെദിനെ കുറിച്ച് നമ്മൾ കേട്ടു. ആരംഭത്തിൽ തന്നെ അവസാനം കാണുവാനും അതിനനുസരിച്ച് ജീവിതത്തെ രൂപപ്പെടുത്തുവാനും യോക്കേബെദിന് കഴിഞ്ഞുവെങ്കിൽ തീർച്ചയായും ദൈവത്തിൽ ആശ്രയിച്ച് നമുക്കും നല്ല ഒരു കുടുംബം പണിയുവാനായിട്ട് തീർച്ചയായും സാധിക്കും. സൗരി പറഞ്ഞതുപോലെ നമുക്കതിനായിട്ട് അധ്വാനം ആവശ്യമാണ്. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ശരിയായ തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ അതിനുള്ള ധൈര്യം, ആത്മീക ദർശനം, ദീർഘദൃഷ്ടി, ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. അതുപോലെ സഹോദരിമാരെന്നുള്ള നിലയിൽ നമ്മൾ എങ്ങനെ പെരുമാറണം, നമ്മുടെ മനോഭാവം എന്തായിരിക്കണം, കുഞ്ഞുങ്ങളോടും ഭർത്താവിനോടും ഒക്കെ നമ്മൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എന്ത് പറയണം, അത് എപ്പോൾ പറയണം, അവരെ പൊളിച്ചു കളയാനായിട്ടല്ല, മറിച്ച് ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം, അവരെ പണിയുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കണം എന്നൊക്കെ സഹോദരി നമ്മെ ഓർപ്പിക്കുകയുണ്ടായി. സദൃശവാക്യത്തിൽ ജ്ഞാനമുള്ള സ്ത്രീയെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യോക്കേബെദും അബിഗയിലിന്റെ ഗുണങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം. വളരെ പരിജ്ഞാനമുള്ള ഒരു സ്ത്രീ ആയിരുന്നു. ആ താഴ്മയും പ്രസൻസ് ഓഫ് മൈൻഡ്, ആ ടൈംലി ആക്ഷൻ, സമയത്തുള്ള അബിഗയിലിന്റെ പ്രവർത്തനം അവളുടെ കുടുംബത്തെ തന്നെ നാശത്തിൽ നിന്ന് രക്ഷിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ സമാധാനം ഒരു കുടുംബത്തിന് ആവശ്യമാണെങ്കിൽ അതുപോലെ നമ്മൾ തീർച്ചയായും സഹോദരിമാർക്ക് അതിലൊരു വലിയ പങ്കുണ്ട്. ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും എൻകറേജ് ചെയ്യുവാനും ഹൃദയശുദ്ധിയോടെ നമ്മൾ മുമ്പോട്ട് പോകുവാനും അതുപോലെ നാം നമ്മെ തന്നെ സ്വയം നിയന്ത്രിച്ച് ദൈവവചനത്തിന് കീഴ്പ്പെട്ടിരിക്കുവാനും ഒക്കെ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. യോക്കെബെദിനെയും അബിഗയിലിനെയും രൂത്തിനെയും എസ്തേറിനെയും പോലെ ധൈര്യവും പരിജ്ഞാനവും വിശ്വാസത്തിൽ അടിയുറച്ചതായിട്ടുള്ള വിശ്വാസികളായി സഹോദരിമാരായി നമുക്ക് മുമ്പോട്ട് പോകാം.